എത്ര ചോദിച്ചിട്ടും ആര്യൊന്നും പറയുന്നില്ലായിരുന്നു. ഒടുവിൽ സൗമ്യ തന്നെയാണ് ആര്യയുടെ ഫോൺ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. അത് പ്രതീക്ഷിക്കാതെ തന്നെ ആര്യ ഇത് തടയാൻ നോക്കിയെങ്കിലും സൗമ്യ ഇത് കൈക്കലാക്കിയിരുന്നു. ലോക്ക് തുറക്കാൻ സൗമ്യ സമ്മതിക്കാതെ വന്നതും സൗമ്യയും ഉഷയും ബലമായി തന്നെ അവളുടെ കൈപിടിച്ച് ലോക്ക് തുറക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുമേഷുമായുള്ള ചാറ്റെല്ലാം അതിലുണ്ടായിരുന്നു. അതിൽ അവൻ അയച്ചു കൊടുത്ത വീഡിയോസൊക്കെ കാണി സൗമ്യ അറപ്പോടെ മുഖം തിരിച്ചു. എല്ലാം കാണിച്ചുകൊണ്ട് ആര്യ ചോദ്യം ചെയ്തതും ഒടുവിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നതാണ്. അത് കേട്ടതും ഉഷ സുമേഷിന്റെ അരികിലേക്ക് പായുകയായിരുന്നു. ഇപ്പോൾ ആ വീട് മരണ വീടിന് തുല്യമായി മാറിയിരിക്കുകയാണ്. പപ്പിയും ഉഷയും ഒക്കെ ഒരേ നിലവിളിയാണ്. എന്നാൽ ലക്ഷ്മിയിൽ ഒരുതരം കല്ലിച്ച ഭാവമായിരുന്നു. ആരോടൊന്നും അവൾ മിണ്ടാൻ കൂട്ടാക്കിയില്ല. വിഷ്ണു സുമേഷിന്റെ അമ്മയായ സുമയോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. സൗമ്യയുടെ അച്ഛൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആകെ തകർന്നാണ് അങ്ങോട്ട് വന്നത്. തന്റെ മകന്റെ ജീവിതം തകർത്തത് അയാളെ അത്രമാത്രം തളർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ആശ്വസിപ്പിക്കാനില്ലാതെ സ്വയം നീറുകയായിരുന്നു തന്റെ മകൻ സിദ്ധാർത്ഥ്. എപ്പോഴും സൗമ്യനെ ചുണ്ടിൽ ചെറു പുഞ്ചിരിയുമായി മാത്രമേ അവനെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം. അച്ഛനും അമ്മയും തനിക്കായി കണ്ടെത്തിയ പെൺകുട്ടിയെ മറുത്തൊരു വാക്ക് പോലും പറയാതെ അത്രയും സന്തോഷത്തോടെയാണ് അവൻ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. ആര്യയ്ക്ക് ഒരു കുറവും ഉണ്ടാകരുതെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ തന്നെ അവളുടെ ഇഷ്ടങ്ങൾക്കാണ് അവൻ മുൻതൂക്കം നൽകിയിരുന്നത്. ഒടുക്കം തന്നെ അവനെ ഇഞ്ചിഞ്ചായി കൊന്നു. അധികം വൈകാതെ തന്നെ എല്ലാവരും എത്തിച്ചേർന്നു. സുമയാണ് ആദ്യം വന്നത്. കാര്യം പറഞ്ഞതും സുമേഷിനെ പൊതിരെ തല്ലിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. മഹാപാപി, എങ്ങനെ തോന്നിയടാ എൻ്റെ ദേവി, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. എന്തിനെങ്ങനെ ഒരു ജീവിതം. സുമയുടെ തല്ലേറ്റു വാങ്ങുമ്പോഴും സുമേഷിന്റെ കണ്ണുകൾ ലക്ഷ്മിയിലായിരുന്നു. അവളുടെ മൗനമാണ് അവനിപ്പോൾ ഏറ്റവും ഭയക്കുന്നത്. അവിടെ ആരെയോ അവളുടെ കുഞ്ഞൊന്നും മനസ്സിലേക്ക് വന്നില്ല. അല്ലെങ്കിലും തൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ കണ്ടെത്തിയ അനേകം പെണ്ണുകളിൽ ഒരാൾ മാത്രമാണ് അവൾ. രാജന് തൻ്റെ മകളെ കാണുന്തോറും ഒരു ഭയം പിടിമുറുക്കാൻ തുടങ്ങി. അവളൊന്ന് കരഞ്ഞിരുന്നെങ്കിലെന്ന് അയാൾ ആശിച്ചു. ഇതിനെല്ലാം താൻ കൂടെ ഉത്തരവാദിയാണെന്ന ചിന്ത രാജനിൽ കുറ്റബോധം നിറയ്ക്കുന്നുണ്ടായിരുന്നു. ആര്യയുടെ വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും അവളുടെ മൂത്ത സഹോദരിയുടെ ഭർത്താവും കൂടെയാണ് വന്നത്. ആ അച്ഛനും അമ്മയും തല താഴ്ത്തിയാണ് വീട്ടിലേക്ക് കയറിയത്. ഉഷ അവരെ കണ്ടതും വായിൽ വന്നത് മുഴുവനും വിളിച്ചു പറഞ്ഞു. ഒരക്ഷരം മിണ്ടാതെ കേൾക്കുക മാത്രമാണ് അവർ ചെയ്തത്. കാരണം ഇവിടെ ഒരു വിധത്തിലും ന്യായവും തങ്ങളുടെ ഭാഗത്തുമില്ല. പപ്പിയോടൊപ്പം ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും പകച്ചു നോക്കുന്ന കാർത്തിക്കുട്ടനെ കണ്ടതും ആര്യയുടെ അമ്മ നീന്തണ്ട വിട്ട് പൊട്ടിക്കരഞ്ഞു. പിന്നീട് ദേഷ്യത്തോടെ ആര്യയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കാരണം താഞ്ഞടിച്ചു. നീ കാരണം ഒന്നും അറിയാത്ത ആ കുഞ്ഞിൻ്റെ ജീവിതം കൂടെ നശിച്ചലോടി നായേ, എങ്ങനെ തോന്നിയിട്ട് നിനക്ക്? എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നലോടി മഹാപാപി. സിദ്ധുമോനോട് നിനക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് വന്നലോടി. അവനെപ്പോഴൊരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണമടി. നിന്നെ പൊന്നുപോലെ കൊണ്ടു നടന്നിട്ട് നീ ചതിച്ചില്ലടി ദ്രോഹി. അവൻ്റെ കണ്ണുനീരിന് നീ അനുഭവിക്കൂടി. ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മയുടെ ശാപവാക്കുകൾക്കടുത്തും ആര്യ ദേഷ്യം സഹിക്കാനാവാതെ അവൾ പൊട്ടിത്തെറിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ സിദ്ധുമോൻ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. വിവാഹം കഴിഞ്ഞ് വെറും ഒരു മാസം മാത്രമാണ് അയാൾ എൻ്റെ ഒപ്പം കഴിഞ്ഞത്. ശരിയാണ്, എനിക്കൊരു കുറവും വരുത്തിയിട്ടില്ല. ആവശ്യത്തിന് പണം എൻ്റെ അക്കൗണ്ടിലേക്ക് മാസം മാസം വരാറുണ്ട്. പക്ഷെ അത് മാത്രമാണോ ജീവിതം? ഞാനൊരു പെണ്ണല്ലേ. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സുഖങ്ങളൊക്കെ അയാൾ എനിക്ക് നിഷേധിച്ചു. എല്ലാവരെയും പോലെ വികാരങ്ങളുള്ള പെണ്ണ് തന്നെയാണ് ഞാൻ. ഈ നിമിഷം വരെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വരുന്നവരും പോകുന്നവരും ഒക്കെ പട്ടിയെ തലന്നതുപോലെ എന്നെ തലി. പക്ഷേ ഇനി അത് ഞാൻ സമ്മതിച്ചു തരില്ല. സിദ്ധാർത്ഥിനും ഡിവോഴ്സ് വാങ്ങാൻ തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. സുമേഷ് ചേട്ടനോട് ഞാനത് പറഞ്ഞതുമാണ്. ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ലക്ഷ്മിയോടൊപ്പമുള്ള ജീവിതം മടുത്തെന്ന് സുമേഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടും കൂടെ നിൽക്കാതെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഭാര്യ ആരാണ് സ്നേഹിക്കുന്നത്? ആരോടൊക്കെയുള്ള ദേഷ്യത്തിൽ ആര്യ വായിൽ വന്നത് മുഴുവനും വിളിച്ചു പറഞ്ഞു. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. കാഴ്ച മങ്ങിയെങ്കിലും അവൾ അതിനെ പുറത്തേക്ക് കൊടുക്കാൻ സമ്മതിക്കാതെ ആരോടൊക്കെയുള്ള വാശിയിൽ നിന്നു. അശോക, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. തൻ്റെ മകളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. സൗമ്യയുടെ അച്ഛൻ ആര്യയുടെ അച്ഛനോടായി പറഞ്ഞതും അയാൾ കണ്ണുനീരോടെ കൈകോപ്പി. വിളിച്ചുകൊണ്ട് വാ അവളെ. അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാടി ഇവിടെ. അവർ ആര്യയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എനിക്ക് സുമേഷിനോട് സംസാരിക്കണം, അല്ലാതെ ഞാൻ വരില്ല. ആര്യ വാശി എന്ന പോലെ പറഞ്ഞതും ലക്ഷ്മി കാർത്തിയും കൊണ്ട് അനിയുടെയും നവമിയുടെയും റൂമിൽ കയറി വാതിലടച്ചു. അയ്യോ എൻ്റെ മോള്. ലക്ഷ്മി മുറിയിൽ കയറി വാതിലടച്ചതും പപ്പി പേരോടെ അവിടേക്ക് ചെന്ന് വാതിൽ തട്ടി വിളിക്കാൻ തുടങ്ങി. പപ്പിക്ക് മാത്രമല്ല ആര്യ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് പേടിച്ചു. ലക്ഷ്മി എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്ന ചിന്തയിൽ. മോളെ, വാതിൽ തുറക്കടി. അബദ്ധമൊന്നും കാണിക്കല്ലേ. കുഞ്ഞിനെങ്കിലും ഓർക്ക്. മോളെ, വാതിൽ തുറക്കാൻ.
രാജൻ കൂടെ പരിഭ്രമത്തോടെ വിളിച്ചതും ലക്ഷ്മി വാതിൽ തുറന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എനിക്കിവിടെ നടക്കുന്നൊന്നും കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വാതിലടച്ചത്. സംസാരിക്കാനുള്ളവരൊക്കെ സംസാരിച്ച് പോയതിന് ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതി. എനിക്ക് കുറച്ച് സ്വസ്ഥമായിരിക്കണം. യാതൊരു ഭാവബോധവുമില്ലാതെ രാജനോടും പപ്പിയോടും പറഞ്ഞിട്ട് അവൾ വീണ്ടും വാതിലടച്ചു. ഇതെന്തൊരു പെണ്ണ്! ഭർത്താവിൻ്റെ അവിഹിതം പറഞ്ഞിട്ടും എന്തെങ്കിലും കൂസലുണ്ടോ? ഉഷയ്ക്ക് പറയാതിരിക്കാനായില്ല. എല്ലാവരിലും ലക്ഷ്മിയുടെ പെരുമാറ്റം അസ്വസ്ഥത നിറച്ചു. ആര്യ അവരെ എല്ലാം നോക്കിക്കൊണ്ട് സുമേഷ് കിടക്കുന്ന മുറിയിലേക്ക് പോയി. സുമേഷ് ഏട്ടാ. ആര്യ കരഞ്ഞിട്ട് അവൻ അരികിലേക്ക് ഇരുന്നു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? പോകാൻ നോക്കാരിയെ, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇല്ല, എനിക്കിപ്പോൾ സംസാരിക്കണം. എല്ലാവരും അറിഞ്ഞു സുമേഷ് ഏട്ടാ. ഇനിയും ഒന്നും ആരിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമ്മുടെ കുഞ്ഞുമായി. ആര്യ അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും സുമേഷ് അവളുടെ കൈകൾ തട്ടിമാറി. സുമേഷ് ഏട്ടാ നോക്ക്, എനിക്കൊരബദ്ധം പറ്റിയതാ. ഒരിക്കലും നിന്നെ കൂടെ കൂട്ടാൻ എനിക്ക് പറ്റില്ല ലക്ഷ്മി. അവളില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല. എന്താ പറഞ്ഞത്? ആര്യയുടെ ശബ്ദം പതിഞ്ഞുപോയി. നമ്മുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. നിന്നെപ്പോലെ ഒരുപാട് പേരോട് ഞാൻ ഇതുപോലെയാണ് എന്ന് വെച്ച് അവരെയൊക്കെ എനിക്ക് കൂടെ കൂട്ടാൻ പറ്റുമോ? അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേ. എൻ്റെ ഭാര്യ ലക്ഷ്മി മാത്രമേ ഉണ്ടാകൂ. നീ ഇവിടുന്ന് പോകാൻ നോക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞോ? ചോദിക്കുമ്പോൾ അവൾ തകർന്നു പോയി. സുമേഷ് തന്നെ ചതിക്കുമായിരുന്നു എന്ന ഉത്തമ ബോധ്യം അവൾക്ക് വന്നു. അത് എൻ്റെയാണെന്ന് എന്താണ് ഉറപ്പ്? എന്നെപ്പോലെ വേറെ പലരും ഉണ്ടാകും. ഭർത്താവ് അരികിലില്ലാത്ത ഭാര്യമാർക്ക് കൂടുതലായിരിക്കുമെന്ന് ആർക്കാണ് അറിയാത്തത്? അത് നമ്മുടെ ആദ്യത്തെ എനിക്ക് മനസ്സിലായതാണ്. ഏതെങ്കിലും ഒരുത്തൻ വന്ന് പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് കൊതിച്ചിരിക്കുമായിരുന്നു നീയെന്ന്. അതുകൊണ്ട് ആ വയറ്റിൽ കിടക്കുന്നത് എൻ്റെയാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മണ്ടനല്ല. ഈ സുമേഷിൻ്റെ ചോര എൻ്റെ ലക്ഷ്മിയോടൊപ്പം ഉണ്ട് ഇവിടെ. അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതും ആര്യ അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. കഴിവൊരു മോളെ, നിന്നെ തല്ലി അല്ലേ? നിർത്തടാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. എല്ലാവരുടെയും മുന്നിൽ ആര് തോറ്റു പോകുമെന്ന് നീ കരുതണ്ട. ആര് ജീവിക്കും, അത് നിന്നോടൊപ്പം തന്നെ. ലക്ഷ്മി ഇന്ന് നിന്റെ ജീവിതത്തിലുണ്ടാവില്ല. വാശിയോടെയും പകയുടെയും ആര്യ അവന് നിരച്ചേറി. സുമേഷ് അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. നീ ഒരു ചെയ്യില്ല ലക്ഷ്മി. എൻ്റെ ഭാര്യയാണ്. അവളെ എങ്ങനെ മേരിക്കണമെന്ന് എനിക്കറിയാം. അവൻ ആത്മവിശ്വാസത്തോടെ അവളോടായി പറഞ്ഞു. നീ വിഷമിക്കണ്ടായി. നമ്മുടെ ബന്ധം നിലനിർത്താൻ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. നിനക്ക് വേണ്ടുന്ന സുഖം ഞാൻ ഒരിക്കലും മുടക്കില്ല. പക്ഷെ അതിനുവേണ്ടി നിന്നെ എന്നേക്കും കൂടെ കൂട്ടാനൊന്നും പറ്റില്ല. നീ ആലോചിക്ക്. പിന്നെ ആ വയറ്റിൽ കിടക്കുന്നതിനെ കളയുന്നതാകും നല്ലത്. അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ ശല്യമാകും. ചീ! ആര്യ അവൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. ലിവിംഗ് റൂമിൽ എല്ലാവരും അവളെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ആരെയും നോക്കാതെ പുറത്തേക്കിറങ്ങി. ഇനി മുന്നോട്ട് എന്തെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇനിയും എന്തിനാ സുമൈ ഇവിടെ ഇരിക്കുന്നത്? ആ നായയെ വിളിച്ചുകൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ. പപ്പി കുനിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന സുമയുടെ നേരെ ചീറി. പപ്പി, രാജൻ ചേട്ടാ, നമ്മുടെ മോൾ, അവളുടെ ജീവിതം നശിച്ചില്ലേ? രാജൻ ശാസനയോടെ വിളിച്ചതും പപ്പി കരഞ്ഞുകൊണ്ട് അയാളോടായി പറഞ്ഞു. സുമ തെറ്റുകാരിയാണെങ്കിൽ നമുക്കതിൽ പങ്കുണ്ട് പപ്പി. അതേസമയം തന്നെയാണ് ലക്ഷ്മി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ആരെയും നോക്കാതെ ഇവൾ സുമേഷിൻ്റെ അരികിലേക്കാണ് പോയത്. ലച്ചു മോളെ, നീ എവിടെയായിരുന്നു? നോക്ക്, ഇവിടെ നടക്കുന്നൊന്നും നീ വിശ്വസിക്കരുത്. ഞാൻ പറയാം എന്താ നടന്നതെന്ന്. ആര്യമോളെ, ആ ടോപ്പ് നൂരി മാറ്റ്. സുമേഷ് ചേട്ടൻ കാണട്ടെ. എന്തിനാ പനി ഇത്ര നാണം? ഇന്നലെ ഞാൻ അതിലെ മുട്ടിനെ കൊതി തീരെ നുണഞ്ഞെടുത്തതല്ലേ? ലക്ഷ്മിയുടെ ഫോണിൽ നിന്നും കേൾക്കുന്ന ഓഡിയിൽ സുമേഷ് പതർച്ചയോടെ അവളെ നോക്കി. എന്നാൽ അവളുടെ ചുണ്ടിൽ പൂച്ചച്ചിരിയായിരുന്നു. ലക്ഷ്മി. റീനെ, എന്നെ അടി നീ? നിന്നിവിടെ നിർത്തിയിട്ട് പട്ടാളത്തിൽ പോയാ ആ ഉണ്ടാക്കാൻ പോയവൻ ഒരു പൊട്ടൻ തന്നെ. പിന്നെ അവൻ അങ്ങനെ ഒരു പോങ്ങനായതുകൊണ്ടാണല്ലോ എനിക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റിയത്. സുമേഷ് ലക്ഷ്മിയുടെ മുന്നിൽ നിന്നും വീർക്കാൻ തുടങ്ങി. ലക്ഷ്മി, ഇതൊന്നും എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് സുമേഷേ. അവൾ പറഞ്ഞ കാര്യത്തേക്കാൾ അവൻ ഞെട്ടിയത് അവളെ സുമേഷേ എന്നുള്ള വിളിയിലാണ്. ഇത്ര നാൾ എന്നെ മണ്ടിയാക്കി വെറും പെണ്ണാക്കി നീ സുഖിച്ചില്ലേ? ഇനി എൻ്റെ അവസരമാണ്. നീ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ പോകുന്നില്ലടാ. അവൾ ക്രൂരമായി ചിരിച്ചു. ലക്ഷ്മി, നീ? സുമേഷ് അവളെ ആദ്യമായി കാണുന്ന പോലെ നോക്കി. അവൾ ചീയുടെ ടേബിളിന് പുറത്ത് ഫ്രൂട്ട് ബാസ്ക്കറ്റിലിരുന്ന കത്തിയെടുത്തു. സുമേഷ് വിറച്ചുപോയി. അവൾ അതിൻ്റെ കൂർത്ത മുന വരുന്നറ്റം പതിയവൻ്റെ വയറ്റിൽ അമർത്തി. പിന്നെ പതിയവളത് താഴേക്ക് കൊണ്ടുവന്നു. ഒത്തിരി സ്ത്രീകളിൽ നീ നിന്റെ കരുത്ത് കാണിച്ചത് ഇതുകൊണ്ടല്ലേ? അവൻ്റെ അടിവയറ്റിൽ കുത്തിക്കൊണ്ട് അവൾ തഴുകി. ലക്ഷ്മി വേണ്ട. അവനിൽ ഭയം പിടിമുറുക്കാൻ തുടങ്ങി.
പേടിച്ചു പോയോ? ഞാനൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും ഇതുകൊണ്ട് നിനക്ക് ഉപയോഗമില്ല. നിന്റെ ശരീരം ഒരു ആണിൻ്റേതാണെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ളൊരു അവയവം. അതിന് മാത്രമേ അത് കൊള്ളൂ. ഇനി സ്വയം പോലും അതനങ്ങില്ല സുമേഷ്. അതിൻ്റെ പ്രവർത്തനം ഞാനങ്ങ് നിർത്തിച്ചു. ലക്ഷ്മി ഒരു പൊട്ടിച്ചീരിയോടെ പറയുമ്പോൾ സുമേഷ് ഞെട്ടലോടെ അവളെ നോക്കി. ആ സമയം അവളൊരു ഭ്രാന്തിയെപ്പോലെ തോന്നിച്ചു. എടി, നീ എന്താടി എന്നെ ചെയ്തത്? സ്വബോധം വന്നതുപോലെ സുമേഷ് അവൾക്ക് നിരച്ചേറി. അടങ്ങട, ഒച്ചയെടുത്ത് നീ ക്ഷീണിക്കും. എന്നല്ലാതെ വേറൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കിടന്ന കിടപ്പിൽ നീ ഒന്ന് എഴുന്നേൽക്കാൻ പോകുന്നില്ല. എന്നോട് ചെയ്തതിന് തിരികെ എത്രകൾ ഞാൻ ചെയ്യണ്ടേ? മായി, ഇവിടുന്ന് ഞാൻ എഴുന്നേൽക്കുന്ന നിമിഷം നിന്റെ മരണമാടി. ഞാൻ എന്നെ ചത്തതാടാ. കൊന്നില്ലേ നീ എന്നെ? നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. നിന്നെപ്പറ്റി മറ്റുള്ളവർ പറയുമ്പോഴൊക്കെ അവർ വെറുത്തതല്ലാതെ നിന്നിന്ന് സംശയിച്ചിട്ട് കൂടെയില്ല ഞാൻ. എൻ്റെ ആ വിശ്വാസത്തെ അല്ലട നായെ വർഷങ്ങളോളം നീ മുതലെടുത്തത്. ചോദിക്കുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവളെ ശബ്ദമിടറി. നേരിൽ അറിയില്ലായിരുന്നെങ്കിലും ഇന്നും ആ പഴയ മണ്ടിയ ലക്ഷ്മിയായി ഞാൻ ജീവിക്കുമായിരുന്നു. എൻ്റെ ഏട്ടൻ നിന്നെ തല്ലിച്ചതച്ച ദിവസം നീ ഓർക്കുന്നുണ്ടോ? അന്നാണ് നിന്നെ ഞാൻ മനസ്സിലാക്കിയത്. കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന നിന്റെ ഫോൺ ഇവിടെ ഉപേക്ഷിച്ച് പോയെന്ന്. അന്ന് ഇതിലേക്കൊരു കോൾ വന്നു, നിന്റെ റീനയുടെ. അന്ന് മരിച്ചതാണ് ഞാൻ. സത്യങ്ങളൊക്കെ എനിക്ക് അറിയണമായിരുന്നു. ബോധത്തോടെ ആ ഫോൺ നീ എനിക്ക് തരില്ലെന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഭക്ഷണത്തിൽ ടാബ്ലറ്റ് ചേർത്ത് നിന്നെ മയക്കിക്കെട്ടതിന് ശേഷം നിന്റെ വിരൽ കൊണ്ട് തന്നെ നിന്റെ ഫോണിൻ്റെ ലോക്ക് തുറന്നു. എത്ര പേടെ കിടന്നതിന് ശേഷമാടാ നീ എൻ്റെ അടുത്ത് വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തോട് പോലും എനിക്കിപ്പോൾ വെറുപ്പ് തോന്നുന്നുണ്ട്. ലക്ഷ്മി അവന് നേരെ പൊട്ടിത്തെറിച്ചു. എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ തിരിച്ചു തരണ്ടേ? ഇല്ലെങ്കിൽ എനിക്കൊന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റില്ല. എനിക്കത് മനസ്സിലായി അന്നാണ് നീന്ന് ഞാൻ തളർത്തിക്കളഞ്ഞത്. ഇനി ഒരിക്കലും അതുകൊണ്ട് നിനക്കൊരു സുഖവും ലഭിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരു സ്ത്രീയെ ഭോഗിക്കാൻ പോയിട്ട് സ്വയം ഭോഗം പോലും നിന്നെ കൊണ്ട് സാധിക്കില്ല. ക്രൂരത നിറഞ്ഞ ചീരിയോടെ പറയുന്നവളെ അവൻ തുറച്ചു നോക്കി. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. കാരണം എന്താണെന്നോ, എനിക്ക് ആരുടെ മുന്നിലും തോൽക്കാൻ മനസ്സില്ല. നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ മാത്രം വാശിയിലാണ്. എല്ലാവരും എതിർത്തിട്ടും അവരെ വെറുപ്പിച്ചുകൊണ്ടാണ് നിന്നെ കൂടെ കൂട്ടിയത്. അവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ടി നിൽക്കാൻ ഈ ലക്ഷ്മി കിട്ടില്ലെന്ന്. ഇവിടെ തന്നെ നീ ജീവിക്കും. എൻ്റെ മോൻ അവൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം. എൻ്റെ സ്വർണവും എൻ്റെ ഏട്ടനെ പരിച്ച് നീ ഉണ്ടാക്കിയതെല്ലാം ഞാൻ തിരികെ നേടും. അതിനുശേഷം മാത്രമേ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കൂ. ദാ ഇത് കണ്ടോ. എന്നാൽ സ്ലോ പോയിസനാണ്. ദിവസവും ഒരു ഡോസ് വീതം നിന്റെ ഉള്ളിൽ ചെല്ലുന്നുണ്ട്. മരണം നിന്നെ പൂർണ്ണമായും കൊണ്ടുപോകുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ലക്ഷ്യം സാധിക്കണം. ലക്ഷ്മി, സുമേഷ് വിറയിലോടെ വിളിച്ചു. എന്തിനാ എന്നെ കൊണ്ടിങ്ങനെ മഹാപാപം ചെയ്യിച്ചത്? ഒത്തിരി സ്നേഹിച്ചതായിരുന്നില്ല ഞാൻ. പക്ഷേ ഇനി ഞാൻ. അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൾ പുറത്തേക്കിറങ്ങി. റൂമിന് പുറത്ത് അവളുടെ വരവിനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. മോളെ. അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ അനിയുടെ റൂമിലേക്ക് കയറാൻ നിന്നതും രാജൻ അവളെ വിളിച്ചു. സുമേഷിൻ്റെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണ്? അയാൾ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു നിമിഷം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല ആര്യയുടെ കുഞ്ഞ് അതിനുത്തരവാദി അയാളെന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. അവൾ യാതൊരു ഭാവബോധവും ഇല്ലാതെ പറഞ്ഞതും എല്ലാവരും അവളെ ഞെട്ടലോടെ നോക്കി. നീ ഒരു പെണ്ണാണോടി? നിനക്കിപ്പോഴും ആ മോനെയാണോ വിശ്വാസം? പിന്നെ നീ പറഞ്ഞാലോ നിന്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന്. സൂക്ഷിച്ചോ, നീ അവൻ്റെ ചോരയല്ലേ. ഇത് വളർന്നു വരുമ്പോൾ അറിയാം തന്തേക്കൾ കേമനാണോന്ന്. ഉഷേ, രാജൻ ദേഷ്യത്തിൽ വിളിച്ചു. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ കൈ നിങ്ങളുടെ മുഖത്ത് പതിയാത്തത്. പിന്നെ എൻ്റെ കുഞ്ഞ്, അവൻ്റെ ശരീരത്തിൽ ഓടുന്നത് എൻ്റെ കൂടെ രക്തമാണ്. എൻ്റെ മകൻ എനിക്ക് അഭിമാനമായി തന്നെ വളരൂ. സുമേഷ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരുടെ സമ്മതത്തോടെ അല്ലേ? അതുകൊണ്ട് അയാളുടെ ദേഷ്യം അയാൾ തന്നെ തീർത്തോണം. മേലിൽ എൻ്റെ നേരെ നിങ്ങളുടെ ശബ്ദം ഉയരരുത്. ഈ നിമിഷം നിങ്ങളിവിടെ നിന്ന് പോകണം. ലക്ഷ്മി, അതെൻ്റെ അമ്മയാണ്. ഇവിടെ നിന്ന് പോകാൻ പറയാൻ നീ ആരാണ്? പോകേണ്ടത് നീയാണ്. എൻ്റെ സിദ്ധുവിൻ്റെ ജീവിതം നശിപ്പിച്ചവനാണ് അകത്തുള്ളത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന നിന്നോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ. അവനെയും വിളിച്ചുകൊണ്ട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. ഈ വിടിപ്പോ എൻ്റെയും വിഷ്ണുവിൻ്റെയും പേരിലാണ്. തൻ്റെ അമ്മയെ പറഞ്ഞതും സൗമ്യ അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. രാജനും പപ്പയ്ക്കും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ. വിഷ്ണു, നിന്റെ അഭിപ്രായം എന്താണ്? ആ നെറികെട്ടവനെ ഒരു നിമിഷം ഈ വീട്ടിൽ നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛാ, സൗമ്യ പറഞ്ഞു തന്നെയാണ് എൻ്റെയും അഭിപ്രായം. സുമേഷ് ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ കൊണ്ടുപോയിക്കണം. രാജൻ ചേട്ടാ, അവനെ പെറ്റുപോയില്ലേ? സുമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അനി,
എന്താടാ നീ ആകെ വല്ലാതെ? സന്തോഷിന്റെ വീട്ടിൽ ആഘോഷം നടക്കുമ്പോഴും എന്തോ ചിന്തയിലെന്ന വണ്ണം ഇരിക്കുന്നവനെ കണ്ട് സിജു തിരക്കി. ഒരു പ്രശ്നമുണ്ട് ചേട്ടാ. എന്താടാ? മുരളിയും അവൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് തിരക്കി. സന്തോഷിന്റെ പഴയ വീടിന് പിന്നിലായുള്ള ചായപ്പിലിരിക്കുവാണവർ. വെള്ളമണി പരിപാടിക്ക് ഒത്തുകൂടിയതാണവർ. സന്തോഷും മളയന്മാരുമായ രാജേഷും രമേശും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കുറച്ചു മുന്നേ എന്തോ ആവശ്യത്തിന് ടൗണിലേക്ക് പോയതാണ്. അനി അവരോടെല്ലാം പറഞ്ഞു. ആ പന്നമോനെ ആദ്യമേ തന്നെ വെട്ടിക്കൊല്ലണമായിരുന്നു. എത്ര പെണ്ണുങ്ങളുടെ ജീവിതമാണ് ആ അമ്മായി തകർത്തത്. സിജു അമർഷത്തോടെ പറഞ്ഞു. അതിനവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ സിജു? ഇവനെ പോലുള്ളവന്മാരെ 2 പഞ്ചാര വർത്തമാനം പറഞ്ഞ് ചിരിച്ചു കാണിക്കുമ്പോഴത്തേക്കും താലി കെട്ടിയവനെയും മക്കളെയും മറന്നു പോകുന്നവളന്മാരും കണക്കല്ലേ. ഇപ്പം തന്നെ ആ ചെറുക്കൻ സിദ്ധാർത്ഥ് എന്ത് പാവമായിരുന്നു. അവനൊരു മമതയും ഇല്ലാതെയല്ലേ അവൾ ചതിച്ചത്. ഇവൾക്കൊക്കെ സുഖ സൗകര്യങ്ങൾ കൂടിപ്പോയതിൻ്റെ ആണ്, മുരളി ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തി. അനിയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. എന്തായാലും ലക്ഷ്മി കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അവളെ സ്റ്റാൻഡ് എന്താ? അറിയില്ല. അച്ഛൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടു പറയുന്നുമില്ല. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് അനിയുടെ ഫോൺ റിങ് ചെയ്തത്. നവമിയാണെന്ന് കണ്ടതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ദാ വരുവാ ദുർഗ, അത്രമാത്രം പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്തു. അനിയും കൂട്ടരും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നവമി അവനെ കാത്തുനിവണ്ണം ഉമ്മർത്തിരിക്കുന്നുണ്ട്. സന്തോഷിന്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവർ വേഗം ഉറങ്ങാൻ കിടന്നു. ദുർഗ, നമുക്ക് നാളെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനിറങ്ങാം. ഞാനും അത് പറയാൻ നിൽക്കുമായിരുന്നു. നമുക്ക് വേഗം പോകാം. എൻ്റെ മനസ്സിനൊരു സുഖം തോന്നില്ല അനിയേട്ടാ. ഒന്നും ഉണ്ടാകില്ല. വെറുതെ ഓരോന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഉറങ്ങിക്കോ. അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അന്നാരും അവിടെ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. നാളെ അനി കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് രാജൻ പറഞ്ഞതും പിന്നീട് ആരും ഒന്നും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് പോയി. സുമയും മുഷയും ഒക്കെ അവിടെയുണ്ട്. കാർത്തിക് സുമ ഭക്ഷണം കൊടുത്തിരുന്നു. അവരത് കഴിച്ച റൂമിലേക്ക് വരുമ്പോൾ സുമേഷ് അവനെ നോക്കി കിടക്കുന്നുണ്ട്. അച്ഛേ, മോർണിംഗ് വന്നേ. ചോറ് കഴിച്ചോ മോൻ? ആ, അവരൊക്കെ എവിടെ? പപ്പയമ്മയുടെ റൂമിലുണ്ട്. എന്താ അച്ഛേ? അജയ്ക്ക് വിശക്കുന്നു. മോനൊരു കാര്യം ചെയ്യോ? കിച്ചണിൽ പോയി കബോർഡിൽ നിന്നും ഒരു കത്തി എടുത്തിട്ട് വാ. അജയ്ക്ക് ആപ്പിൾ കഴിക്കാനാണ്. ഇപ്പം കൊണ്ടുവരാം. എടുക്കാൻ, പക്ഷെ ആരും കാണാതെ വേണം എടുക്കാൻ. മോൻ കത്തി എടുക്കുന്നത് കണ്ടാൽ അവർക്ക് വഴക്ക് പറയില്ലേ? ആ, ഞാൻ ആരും കാണാതെ കൊണ്ടുവരാമേ. കാർത്തിക് കിച്ചണിലേക്ക് ഓടിപ്പോയതും സുമേഷിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നീ എനിക്കിട്ടുണ്ടാക്കും അല്ലേടി? മോളെ, എനിക്കൊരു ജീവിതമില്ലെങ്കിൽ നീ ജീവിക്കില്ല ലക്ഷ്മി. അവൻ ക്രൂരമായി ചിരിച്ചു.